ഒല്ലൂരിൽ 10 വർഷത്തിനിടെയുണ്ടായത് വിപ്ലവകരമായ വികസന കുതിപ്പാണെന്ന് മണ്ഡലം MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ പദ്ധതികൾക്കായി ബജറ്റിലൂടെ മാത്രം അനുവദിച്ചത് 137.70 കോടി രൂപയാണ്. ഇതിനു പുറമെ വിവിധ വകുപ്പുകളിലൂടെ 30 കോടിയിലധികം രൂപയും ഇതിനോടകം മണ്ഡലത്തിന് നേടാനായി. നമ്മുടെ മണ്ഡലമായിട്ടുള്ള KFRAയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 13.20 കോടി രൂപയും അതുപോലെ തന്നെ പീച്ചിയുടെ DPRന് വേണ്ടി 1 കോടി രൂപയും. അപ്പോൾ അതുകൂടി കൂട്ടിയാൽ ഒരു 20 കോടി രൂപ കൂടി 19.20 കോടി രൂപ കൂടി നമുക്ക് വീണ്ടും ലഭ്യമാകും. അങ്ങനെ വരുമ്പോൾ 180 കോടി രൂപ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. മണ്ഡലത്തിലെ ഭൂരിഭാഗം റോഡുകളും BMBC ആക്കി മാറ്റി. പുത്തൂർ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന ഫെബ്രുവരി പകുതിയോടെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. അതിനായി പാർക്ക് സജ്ജമായി. ഈ അവസരത്തിൽ പാർക്കിനായി ഗതാഗത വകുപ്പ് അനുവദിച്ച ഡബിൾ ഡക്കർ ബസ് എത്തുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. പുഴമ്പള്ളത്തേക്കും പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആ ടാറിംഗ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്ത് വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും. അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ബസ് 2 എണ്ണം ഇപ്പോൾ അനുവദിച്ചു. അതിനുള്ളിലുള്ള യാത്ര ഇലക്ട്രിക് ബസ് കൂടി ഉപയോഗപ്പെടുത്തണം. വിലങ്ങന്നൂർ ചെന്നായിപ്പാറ മലയോര ഹൈവേയിൽ ബോധപൂർവമായ ചില ഇടപെടലും തടസ്സങ്ങളും ഉണ്ടായി. എന്നാലും ഭൂമി ഏറ്റെടുക്കുന്നിടം മുതൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ചെന്നായിപ്പാറ തൊട്ട് പുളിഞ്ചോട് വരെ ഒക്കെയാണ്, വേറെ പ്രശ്നങ്ങളില്ല. നമ്മളിപ്പോൾ ടെൻഡറിലേക്ക് പോകാൻ പോവാണ്. അനുവദിച്ചാൽ അത് വിലങ്ങന്നൂർ വരെയാകും. അനുവദിച്ചില്ലെങ്കിൽ ചെന്നായിപ്പാറ തൊട്ട് നമുക്ക് ടെൻഡർ ചെയ്യേണ്ടി വരും. ബാക്കി വരുമ്പോൾ നോക്കാം എന്ന്. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ഉടനുണ്ടാകും. സംസ്ഥാനത്തെ ജംഗ്ഷൻ വികസനത്തിൽ അടുത്തതായി ആദ്യം ഭൂമി ഏറ്റെടുക്കുക ഒല്ലൂർ ജംഗ്ഷനിലാകും. ഇതിൽ തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മൾ പ്രഖ്യാപിച്ച ജംഗ്ഷൻ വികസനത്തിൽ ഭൂമി ഔപചാരികമായി ആദ്യം ഏറ്റെടുക്കാൻ പോകുന്നത് ഈ ഒല്ലൂരിലാണ്. 5 റോഡ് ജംഗ്ഷൻ വികസനത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിലയ്ക്ക് അനുവദിച്ചു. ആ 5-ൽ ഏറ്റവും ആദ്യം ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത് ഒല്ലൂർ ജംഗ്ഷനിലാണ് എന്ന പ്രത്യേകത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വേഗതയേർന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. TCV തൃശൂർ.